പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന ഒറ്റക്കുട്ടി നയം ഇന്ന് ചൈനയിൽ സൃഷ്ടിച്ചിരിക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. 2015 ഈ നയം റദ്ദാക്കിയെങ്കിലും അതിന്റെ ഫലങ്ങൾ ഇപ്പോഴും രാജ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് ഈ പ്രശ്നത്തിന് കാരണം? ഇത് ചൈനീസ് സമൂഹത്തെ എങ്ങനെ ബാധിക്കുന്നു? നമുക്ക് വിശദമായി നോക്കാം. എന്താണ് ഒറ്റക്കുട്ടി നയം? എന്തുകൊണ്ട് ഈ പ്രതിസന്ധി? 1979 ആരംഭിച്ച ചൈനയുടെ ഒറ്റക്കുട്ടി നയം പതിറ്റാണ്ടുകളോളം നിലനിന്നു. ഈ കാലയളവിൽ ഭൂരിഭാഗം മാതാപിതാക്കളും ആൺകുഞ്ഞുങ്ങൾക്ക് മുൻഗണന നൽകി. ഇതിന്റെ ഫലമായി ഇന്ന് വിവാഹപ്രായമെത്തിയ പുരുഷന്മാരുടെ എണ്ണം സ്ത്രീകളെക്കാൾ വളരെ കൂടുതലാണ്. ഇതാണ് വധുവിനെ കിട്ടാനില്ല എന്ന വലിയ പ്രശ്നത്തിലേക്ക് ചൈനയെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഏകദേശം 3.5 കോടിയിലധികം പുരുഷന്മാർ ഇന്ന് ചൈനയിൽ പെൺകുട്ടികളെ കണ്ടെത്താനാകാതെ വിഷമിക്കുകയാണ്. അടുത്ത ഏതാനും ദശാബ്ദങ്ങൾക്കുള്ളിൽ ഈ സംഖ്യ 5 കോടിയായി ഉയർന്നേക്കാമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഒറ്റക്കുട്ടി നയം നിലനിന്ന 3.5 പതിറ്റാണ്ടോളം കാലം മാതാപിതാക്കൾ ആൺമക്കളെ മാത്രം ആഗ്രഹിച്ചതിന്റെ ദുരന്ത ഫലമാണിത്. ഈ പ്രതിസന്ധി മറികടക്കാൻ പല ചൈനീസ് പുരുഷന്മാരും ഓൺലൈൻ പോർട്ടലുകളിലൂടെയും വിദേശ രാജ്യങ്ങളെയും ആശ്രയിക്കുകയാണ്. റഷ്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് പെൺകുട്ടികളെ വാങ്ങുന്ന സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. വലിയ തുക നൽകി ഓൺലൈൻ വഴിയും വധുവിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. ഈ 2 സംഭവ വികാസങ്ങളും മനുഷ്യക്കടത്ത് എന്ന വലിയ വിപത്തിന് വഴിവെച്ചിട്ടുണ്ട്. ഇത് അന്താരാഷ്ട്ര ഏജൻസികളുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ചൈനീസ് സർക്കാരിന്റെ മുന്നറിയിപ്പ്. അടുത്തിടെ ബംഗ്ലാദേശിലെ ചൈനീസ് പൗരന്മാർക്ക് വിദേശ ഭാര്യമാരെ വാങ്ങുന്നതിനെതിരെ ചൈനീസ് സർക്കാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ചൈനീസ് പുരുഷന്മാർക്ക് പെൺകുട്ടികളെ ഏർപ്പാടാക്കാമെന്ന് അവകാശപ്പെടുന്ന നിരവധി സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ധാക്കയിലെ ചൈനീസ് എംബസി ഈ മുന്നറിയിപ്പ് നൽകിയത്. ചൈനീസ് നിയമപ്രകാരം അന്താരാഷ്ട്ര മാച്ച് മേക്കിംഗ് സേവനങ്ങൾ നിയമവിരുദ്ധമാണെന്നും ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടരുതെന്നും എംബസി പൗരന്മാരെ ഓർമ്മിപ്പിച്ചു. ബംഗ്ലാദേശി പെൺകുട്ടികളെയും സ്ത്രീകളെയും ക്രിമിനൽ സംഘങ്ങൾ വിവാഹത്തിനായി ചൈനയിലേക്ക് കടത്തുന്നതായും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. ചൈനയിൽ വന്ന മാറ്റങ്ങൾ. സമീപ വർഷങ്ങളിൽ ചൈനീസ് സമൂഹത്തിൽ നിരവധി മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സ്ത്രീകൾ വലിയ തോതിൽ തൊഴിൽ രംഗത്തേക്ക് പ്രവേശിക്കുകയും വിവാഹം വൈകിപ്പിക്കുകയും ചെയ്യുന്നു. ഉയർന്ന വിദ്യാഭ്യാസ നിലവാരവും സാമ്പത്തിക സമ്മർദ്ദങ്ങളും വിവാഹത്തിന് തടസ്സമാകുന്നു. 2024 ചൈനയിൽ 61 ലക്ഷം വിവാഹങ്ങൾ മാത്രമാണ് രജിസ്റ്റർ ചെയ്തത്. ഇത് 2023 77 ലക്ഷത്തിൽ നിന്നുള്ള വലിയ ഇടിവാണ്. സിയാമെൻ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസറുടെ വിവാദ പ്രസ്താവന ഈയിടെ വലിയ കോളിളക്കമുണ്ടാക്കിയിരുന്നു. അവിവാഹിതരായ പുരുഷന്മാർ റഷ്യ, കംബോഡിയ, വിയറ്റ്നാം, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് വധുവിനെ കണ്ടെത്താൻ ശ്രമിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിർദ്ദേശം. ചൈനയുടെ ഗ്രാമപ്രദേശങ്ങളിൽ ഏകദേശം 3.49 കോടി പുരുഷന്മാർ അവിവാഹിതരാണ്. വിദേശത്ത് നിന്ന് യോഗ്യരായ യുവതികളെ ആകർഷിക്കുന്നതിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാനാകും എന്നാണ് പ്രൊഫസർ ഡിങ് ചാങ് ഫ അഭിപ്രായപ്പെട്ടത്. പാകിസ്ഥാനിലെ ദരിദ്ര ക്രിസ്ത്യൻ കുടുംബങ്ങൾ തങ്ങളുടെ പെൺമക്കളെ ക്രിമിനൽ സംഘങ്ങൾക്ക് വിൽക്കാൻ നിർബന്ധിതരാകുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഈ സംഘങ്ങൾ പെൺകുട്ടികളെ വിവാഹത്തിനായി ചൈനയിലേക്ക് കടത്തുന്നു. റഷ്യയിൽ നിന്നും വധുവിനെ കണ്ടെത്താൻ നിരവധി ചൈനീസ് പുരുഷന്മാർ ശ്രമിക്കുന്നുണ്ട്. റഷ്യയിൽ സ്ത്രീകളുടെ എണ്ണം പുരുഷന്മാരെക്കാൾ കൂടുതലാണെങ്കിൽ ചൈനയിൽ പുരുഷന്മാരുടെ എണ്ണമാണ് കൂടുതൽ എന്നതാണ് ഇതിന് പിന്നിലെ ഒരു കാരണം. നിലവിൽ ചൈനയിൽ പുരുഷന്മാരുടെ വിവാഹപ്രായം 22 വയസ്സും സ്ത്രീകളുടേത് 20 വയസ്സുമാണ്. എന്നാൽ ഈ പ്രതിസന്ധി മറികടക്കാൻ വിവാഹപ്രായം 18 കുറയ്ക്കണമെന്ന ആവശ്യമുയരുന്നുണ്ട്. ചൈനീസ് പീപ്പിൾസ് പൊളിറ്റിക്കൽ കൺസൾട്ടേറ്റീവ് കോൺഫറൻസിലെ അംഗവും ചൈനീസ് അക്കാദമി ഓഫ് സയൻസിലെ അക്കാദമീഷ്യനുമായ ചെൻ സോങ്സിയാണ് ഈ ആവശ്യം ഉന്നയിച്ച പ്രമുഖരിൽ ഒരാൾ. ചൈനയിലെ ഒറ്റക്കുട്ടി നയം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളാണ് സമൂഹത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. വധുക്ഷാമം, മനുഷ്യക്കടത്ത്, സാമൂഹിക സന്തുലിതാവസ്ഥ എന്നിവ ഇതിന്റെ ഭീകരമായ ചില ഉദാഹരണങ്ങൾ മാത്രം. ഈ പ്രതിസന്ധി മറികടക്കാൻ ചൈനീസ് സർക്കാർ എന്ത് നടപടികൾ സ്വീകരിക്കുമെന്നും അതിന്റെ ഫലങ്ങൾ എന്തായിരിക്കുമെന്നും കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.